ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു വീക്കെൻഡ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വീക്കെൻഡ് ഞങ്ങൾ ഇത്തവണ പോയത് മറീന ബീച്ചിലാണ്. 4 വർഷമായിട്ട് ഞാൻ ചെന്നൈയിലുണ്ട്. അപ്പോൾ ചെന്നൈയിൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് നമ്മുടെ മറീന ബീച്ചാണ് കേട്ടോ. എന്തുകൊണ്ടാണ് മറീന ബീച്ച് എനിക്ക് ഇത്ര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ കുതിര സവാരി ഉണ്ട്. പിന്നെ നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ അവിടെ നല്ല ചൂടോടെ ചോള ഇതുപോലെ ചുട്ടതും വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. പിന്നെ ഒരുപാട് ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു അന്ന്. പിന്നെ നല്ല ഒരു ഈവനിങ് തന്നെയായിരുന്നു കേട്ടോ. അമ്പിളിമാമനൊക്കെ ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്ര വലിയ തിരക്കൊന്നുമില്ല ഇന്ന് എന്നുള്ളത്. കാരണം ഞങ്ങൾ പോയ ദിവസം നല്ല തണുപ്പും കാറ്റുമായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. സ്പേസ് എന്ന് പറഞ്ഞിട്ട് കളിക്കാനുള്ള സാധനങ്ങളില്ല, ഇങ്ങനെ ഓരോ റൈഡ്സ് ഒക്കെ അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ മിക്കതും കാലിയായിരുന്നു, ആൾക്കാരൊന്നുമില്ല. ഈ കണ്ടത് കൊണ്ട് അതിൽ ആ ഓടിക്കുന്ന ചേട്ടൻ തന്നെയാണ് അതിലിരുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു പാവം തോന്നും, അയ്യോ ഇന്ന് അയാൾക്ക് കച്ചവടമൊന്നും കിട്ടിയില്ലല്ലോ എന്നൊരു പാവമൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഈ കാണുന്ന റൈഡ്സിലൊന്നും ആരുമില്ല, കുട്ടികളൊന്നുമില്ല. എനിക്കൊന്ന് തണുപ്പായതുകൊണ്ടായിരിക്കും പിള്ളേരെയും കൊണ്ട് ആരും പുറത്തു വരാതിരുന്നത്. പിന്നെ അതെല്ലാം അവിടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ നല്ല ചൂട് ബജ്ജി കഴിക്കാൻ പോയി കേട്ടോ. മുളക് ബജ്ജി ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് മുളക് ബജ്ജി കഴിച്ചത്. എൻ്റെ ഫേവററ്റ് ബജ്ജിയാണ് കേട്ടോ മുളക് ബജ്ജി എന്ന് പറയുന്നത്. ബജ്ജിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ബജ്ജീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റി ബജ്ജീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷമായിട്ട് അറിയാം. ചെന്നൈ നമ്മൾ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. ഒരുപാട് വെറൈറ്റി ആയിട്ട് ആ കടൽ തീരത്ത് നല്ല ചൂടോടെ കഴിക്കുന്ന നല്ല അടിപൊളിയത്. പിന്നെ ഇതാണ് നുങ്ക് എന്ന് പറയുന്നത്. എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടമല്ല. എനിക്കിത് കഴിക്കുമ്പോൾ എണ്ണ കാറി ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. ഒരുപാട് പേരുടെ ഫേവററ്റ് സാധനമാണ്. പിന്നെ നമ്മുടെ എപ്പോഴത്തെ ഫേവററ്റ് അരുൺ ഐസ്ക്രീം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചെന്നൈയുടെ ഒരു സിഗ്നേച്ചർ സാധനമായ ലൈറ്റ് ഹൗസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നൈ മറീന ബീച്ചിൽ വന്ന മീൻ വാങ്ങാൻ ഒരു നിർബന്ധമായ കാര്യമാണ്. അത് വലയിൽ പിടിച്ച ഫ്രഷ് ആയിട്ടുള്ള മീൻ നമ്മൾ കുറച്ച് മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു വീക്കെൻഡ് ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചു കേട്ടോ.